പ്രചരണ തന്ത്രം മാറ്റിയെന്ന് തോന്നുന്നത് ഈ പ്രചരണ തന്ത്രം 7 ഘട്ടങ്ങളിലേക്കുമായി എന്താണ് തീരുമാനിച്ചിരുന്നത് എന്ന് വ്യക്തമാകാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിഷയം നമ്മൾ നേരത്തെ ചർച്ചയ്ക്കെടുത്തപ്പോഴും, അതായത് ഇൻഫിൽട്രേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ചർച്ചയ്ക്കെടുത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, 2ാം ഘട്ടം കഴിയുമ്പോഴേക്ക് ഇതിന് കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഷനിലേക്ക് പോകുമെന്നുള്ളത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. ഓരോ ഇടത്തും എന്താണോ യോജിച്ചത് ആ വിഷയങ്ങൾ കൃത്യമായി എടുത്തു പറയുക. കർണാടകത്തിൽ പറയേണ്ട കാര്യങ്ങളായിരിക്കില്ല രാജസ്ഥാനിൽ പറയേണ്ടത്, രാജസ്ഥാനിൽ പറയുന്നതായിരിക്കില്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പറയുന്നത്. കൃത്യമായ പ്രചാരണതന്ത്രമുള്ള പാർട്ടിയാണ് BJP. അതുപോലെ തന്നെ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ രീതിയിൽ തന്നെയാണ്. അതായത് ഈ ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു മൊമെന്റിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുക്കുന്ന കോൺഗ്രസിനെ പോലെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെ പോലെയോ അല്ല, അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന വാചകം എടുത്തുകൊണ്ട് അത് വെച്ചുള്ള വാചക കസർത്തിലേക്ക് പോകുന്നതോമല്ല. കൃത്യമായി തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അതിന് കൊടികൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ചു നിന്നേനെ എന്നായിരുന്നു സ്ട്രാറ്റജി. അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി കൊടി താഴ്ത്തിയതും പേടിച്ചോടിയതുമൊക്കെ. വയനാട്ടിൽ പ്രചാരണത്തിൽ ഒരിടത്ത് പോലും ലീഗിന്റെ കൊടി ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ പറഞ്ഞ ഈ വാചകങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ നോക്കണം. അതായത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ മോദിയുടെ ഗ്യാരണ്ടി. താങ്കൾ പറഞ്ഞത് ശരിയാണ്. മോദിയുടെ ഗ്യാരണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണമായുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കണം. അതിൽ നമ്മൾ സെലക്റ്റീവായി പറയുന്ന വാചകങ്ങൾ മാത്രം എടുത്തു നോക്കുമ്പോഴാണ് അതിൽ ഈ പറയുന്ന പരാമർശങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന പരാമർശം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് നേരത്തെ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പലതവണ ആ വിഷയത്തിൽ തർക്കിച്ചിട്ടുള്ളതുമാണ്. 90 സെക്കൻഡ്, അതായത് 90 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെ അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ മാത്രം പോകുന്ന ഭാഗത്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ആദ്യഘട്ടം മുതലേ ഉണ്ട്. 1ാം ഘട്ടം മുതൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് അഗ്രസീവായി പറഞ്ഞു തുടങ്ങിയത് 2ാം ഘട്ടത്തിലാണ്. അത് ടു അഗ്രസീവായി പറഞ്ഞു തുടങ്ങുന്നത് 3ാം ഘട്ടം മുതലാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു പോൾ സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ വയനാട്ടിൽ വിജയിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടി എന്നുള്ള അലിഗേഷൻ, കേരളവുമായുള്ള അലിഗേഷനിൽ നിന്ന് തുടങ്ങിയാൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നരേന്ദ്രമോദിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു. അമേഠിയിൽ മത്സരിക്കാൻ പോകുന്ന രാഹുലിനെതിരെ വയനാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയണം. കാരണം വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് കൂടുതലായി നേടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഒന്നിച്ചുള്ള പോളിംഗ്, അത് അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? അവിടെ ശിവഭക്തനായ രാഹുൽ ഗാന്ധിയാണ് കാണാൻ പോകുന്നത്. നിറയെ സിന്ദൂരം വാരിയണിയുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കും അവിടെ പ്രചാരണത്തിനിറങ്ങുക. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഡ്യുവൽ ഫേസ് അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് SDPI വാർത്താ സമ്മേളനം വിളിച്ച് കോൺഗ്രസിനും UDF-നും പിന്തുണ പ്രഖ്യാപിച്ചത് ആസ്പദമാക്കിക്കൊണ്ട്. ബേസ്ലെസ് ആയുള്ള ഒരു അലിഗേഷൻ അല്ല. ആ പിന്തുണ പ്രഖ്യാപിച്ചത് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടി എന്ന് പറയുന്നത്. കാരണം SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പൊളിറ്റിക്കൽ ആമാണ്, രാഷ്ട്രീയ രൂപമാണ്. അത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അമേഠിയിൽ കൂടുതൽ ശക്തമായി പറയും. പിന്നെ ആദ്യം വോട്ട് പിന്നെ ഭക്ഷണം കഴിക്കാം എന്നാണ് കർണാടകത്തിൽ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അത് ചൂട് കാലം കൂടി ആയതുകൊണ്ട് കൂടിയാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് നരേന്ദ്രമോദിക്ക് മാത്രമല്ല തിരിച്ചടിയാകാൻ പോകുന്നത്. അത് കേരളത്തിൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ പോളിംഗ് ശതമാനം കുറയാൻ കാരണം ഈ ചൂടടക്കമുള്ള ഘടകങ്ങൾ ഉണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല 2004 ശേഷമുള്ള 2009, 2014, 2019 ആ സമയത്തൊക്കെ കണ്ട ഒരു തരംഗമൊന്നുമല്ല ഇത്തവണ വിധി എഴുതാൻ പോകുന്നത്. ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന് അനുകൂലമായിട്ട് തന്നെയാണ്. പിന്നെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കാതെ പ്രാദേശിക നേതാക്കളെ കൊണ്ട് ദേശീയ വിഷയങ്ങൾ സംസാരിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഫേസ് 1 മുതൽ തന്നെയുണ്ട്. പിന്നെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അത് സംഭവിക്കും. അത് സംഭവിക്കുന്നതിനായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ രാജിവെച്ചിട്ട് ആ പുറത്തേക്ക് പോകുന്ന PCC അധ്യക്ഷനെ തിരിച്ചു കൊണ്ടുവരാനായി വിട്ടുപോകില്ല എന്ന് പറയിപ്പിക്കുന്നതിനായി അവരവിടെ കിടന്ന് കൈകാലിട്ടടിക്കുന്ന സമയത്താണ് ഇവിടെ നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. പിന്നെ വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ അത് തീർന്നു. അത് സുപ്രീം കോടതി തീർപ്പാക്കിയതോടെ ഇനി അതേക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാകില്ല. അതും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അതും ചർച്ചയാകില്ല. പിന്നെ യുവർ ഡ്രീംസ് ആർ മൈ റെസൊല്യൂഷൻ എന്ന് പ്രധാനമന്ത്രി കർണാടകയിലെ പ്രസംഗത്തിൽ പറഞ്ഞതും ചർച്ചയാകില്ല. SC ST OBC റിസർവേഷൻ ഒരിക്കലും മാറ്റി എന്ന് പറഞ്ഞതും ചർച്ചയാകില്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതാണ്. അത് ഫേസ് 2-ലും ഫേസ് 3-ലും ഫേസ് 7 വരെയും അത് ആവർത്തിക്കും എന്നുള്ളത് ഷുവറാണ്. അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് 3 കോടിയോളം വീടുകൾ നിർമ്മിക്കണം, 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 5 ലക്ഷം വരെ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമാക്കണം തുടങ്ങിയ മോദി ഗ്യാരണ്ടി അത് 7ാം ഘട്ടം വരെയും പറയും. അതിലൂന്നി തന്നെയാണ് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് തന്നെയാണ് സ്ട്രാറ്റജി. അതിന്റെ ഒപ്പം കുറച്ച് വർഗീയത അത് പ്രധാനമന്ത്രി നരേന്ദ്ര Meet the editors.